Pond cleaning. ഹായ് എവ്രി വൺ. ഇന്ന് ഞങ്ങളുടെ വീടിന് മുന്നിലുള്ള ഒരു ചെറിയൊരു പോണ്ട് ഉണ്ട്. അപ്പോൾ ആ പോണ്ടിൽ കുറച്ച് ഫിഷും ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് കരുതി അങ്ങനെ ആ പോണ്ട് ക്ലീനിങ് പരിപാടികളാണ് ഇവിടെ കാണുന്നത്. ഇത് നമ്മൾ വിചാരിച്ചു ഈ ഫിഷിനെയൊക്കെ എടുത്ത് ഈ ഒരു ടബിലേക്ക് ഇട്ടിട്ട് നമുക്ക് ക്ലീൻ ചെയ്യാമെന്ന്. അപ്പോൾ അങ്ങനെയാകുമ്പോൾ കുറച്ചും കൂടി ഈസി ആയിരിക്കും കരുതിയിട്ടാണ്. ഇതാകെ കുറേ ആൽഗയൊക്കെ വന്ന് നല്ലോണം നിറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒന്നൊന്ന് റെഡിയാക്കണമെന്നേ ഉള്ളൂ വിചാരിച്ചിട്ടുള്ളൂ. അപ്പോൾ എല്ലാം ഒന്ന് കുറച്ചൊന്ന് ശരിയാക്കാം. നമുക്ക് നോക്കാം. വറ്റിച്ചുകൊണ്ടിരിക്കുക. വെള്ളം ഇങ്ങനെ വറ്റിച്ച് കുറേ എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫിഷിനെ മാറ്റാം. ഇപ്പം ഇത്രയും വറ്റിച്ചു. കുറച്ച് എണ്ണത്തിന് നമ്മൾ ഇവിടെ പിടിച്ചിട്ടിട്ടുണ്ട്. വെള്ളം വറ്റിക്കുന്ന പമ്പ് വെച്ചിട്ട് കുറെ വെള്ളം ഇങ്ങനെ തന്നെ പോയിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട്. അപ്പൊ ആ പകുതി ആയപ്പോൾ നമ്മൾ ഫിഷിനെയൊക്കെ എടുത്ത് അത് മറ്റേതിൽ ആ ടബിലേക്ക് മാറ്റാൻ കരുതി. അത് പിടിക്കേണ്ട തത്രപ്പാടാണ് ഇപ്പൊ ഈ കാണുന്നത്. ഈ വെള്ളം ഇത് കൂടെ പോകുന്നതൊന്നും നമുക്ക് പോരാ. പോണ്ട് ക്ലീനിങ്. പോണ്ട് ക്ലീനിങ്. ഒരു ആ രണ്ട് ഫിഷിനെ കണ്ടിട്ടുണ്ടെങ്കിൽ പിന്നെ no, we cannot leave like that. വേഗം ചെയ്യുന്നത്. Okay. So draining properly, right? Athen, is it? I don't think so. Do you see water coming out? Athen, do you see water coming out? Is it water coming out? Yeah, a little bit. No, it's not. It's not. Yeah. Yes? Okay. ചെറിയ ഫിഷ് എങ്ങനെ വരികയെന്ന് എനിക്ക് അറിയില്ല. Just keep going, Amma. Just keep going. Don't worry about it right now, Amma. Amma, just leave it and go do it, Amma. Okay. നമ്മളെല്ലാ ഫിഷിനെയും മാറ്റി. പക്ഷെ അതിൽ ചെറിയ രണ്ട് ബ്ലാക്ക് കളറുള്ള കുട്ടികളുണ്ടായിരുന്നു. അത് നമ്മൾ കല്ലുകളുടെ ഇടയിലേക്കായിട്ട് ഇങ്ങനെ ഒളിച്ച് നിൽക്കുകയാണ്. അതുകൊണ്ട് കാണുന്നില്ല. അതാണ് ഇപ്പം അത് നോക്കുന്നത്. ഇത് ക്ലീൻ ചെയ്തിട്ട് ഇന്ന് പരിപാടി ഭക്ഷണം വരെ അതാണ്. കെമിക്കൽ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആൽഗയെല്ലാം പോവില്ലേ? No, there is only few fish. Yeah. You pour it right on the fish, dies. I don't. Yeah, the mulch. Huh? Don't put it on the mulch. I just pull the hose, right? Okay. I'm almost done. Just do this. I'm not done. Okay. Not a lot of water. I need to spend. ഇവിടെ ഇപ്പോൾ വീണ്ടും ഇതായിട്ടുണ്ട്. Can I get the hose? It's not working. കൊല്ലം ഫില്ലിട്ടപ്പ് അല്ലേ ഇത്. ഈ ചെടി കൂടെ അങ്ങോട്ട് വന്നോട്ടെ കരുതിയിട്ട്. ഓക്കെ. We just do everything first and then you can do that. Yeah, I'll do it. Don't worry. Okay. Hello, what is this? Yeah, you got messy, right? What is this? See the fish? All the fish is out. Oh, what's over there, bro? I have a dirty. Oh, gosh. You better go inside first. You better go inside. You better run inside. Run inside, so you're not burning in. Gotta run.
Where is the fish at you? He's so excited about that, right? എല്ലാ ഫിഷിനെ ഒരുമിച്ച്. Yeah, do you want to hold the fish? Touch the fish, bro? Put it back in there. Put it back in there. Put it back in there. Don't want it to get wet, right? Why don't you just find a smaller one? Achu, are you helping me? So it doesn't get all over it. Touch that smaller one on here, Neil. That small one right there. Are you going to touch the big one? No, you can touch whatever one you want. Yeah. It's going to splash all over it. You're going to just take it back. Huh? Just touch it, Neil. Touch that small one right there. Right, the orange one. Touch the orange one. Any of the orange ones. You know, just one. Just the smaller one. So. This one? Yeah, sure. Touch that. Yeah, you go like this, bro. You got that? Just touch it. Touch it, you know. I But did. you poke it like little fish. You don't have to pet it, you know. You pet these, you know. So pet it once. Don't pet it too many times. Cool, right? Yeah. Yeah, cool. I don't know when it's that thing come out. ആ ഫിഷ് എവിടെ പോകുന്നില്ലേ? ചേട്ടാ ഏകദേശം ഒന്ന് ക്ലീൻ ആയിട്ടുണ്ട്. കുറേ ചെളിയൊക്കെ പോയി. പിന്നെ ഈ കല്ലൊക്കെ മാറ്റി വെച്ച് ക്ലീൻ ചെയ്യാന്ന് പറഞ്ഞാൽ ഭയങ്കര ഇതാണ്. അപ്പം ഇനി നമുക്ക് ആ കെമിക്കലും കൂടെ ഇട്ട് കഴിഞ്ഞാൽ ഫ്രഷ് ആവും വാട്ടർ. ഇത് പിയോനി ഫ്ലവറാണ്. നമ്മളുടെ ഗാർഡനിൽ കുറേ അതായത് വൈറ്റ് ഉണ്ട്, ഒരു പിങ്ക് മരത്തതുണ്ട്. അപ്പം ഇത് ഒക്കെ കാണിച്ചു തരാമെന്ന് ഇങ്ങനെ കരുതി. പിന്നെ ഇത് ഇപ്പോഴാണ് നമുക്ക് സ്പ്രിങ് ആയ കാരണം കുറച്ച് ഇങ്ങനെ ഫ്ലവേഴ്സൊക്കെ ഇങ്ങനെ ഒരു ഇതാണ്. ഇതിന് മുമ്പായിട്ട് ഡാഫഡിൽസൊക്കെ വന്നു പോയി. അതാണ് അതൊക്കെ കഴിഞ്ഞ്. പിന്നെ ഇതിവിടെ കുറച്ച് റോസും വേറെ ഫ്ലവേഴ്സും അങ്ങനെയൊക്കെ കാര്യമായിട്ടുണ്ട്. കുറച്ച് ഇതുണ്ട്. പിന്നെ അവിടെ ഒരു സൈഡിൽ ഒരു ബെഞ്ചുണ്ട്, ഒരു സ്റ്റോണിൻ്റെ ഒരു ബെഞ്ചുണ്ട് അതിനിടയിൽ ഇരിക്കാൻ. പിന്നെ അതിനിടയിൽ കുറച്ച് കുറേ ഒരു മാന്, ഒരു മുയൽ, അങ്ങനെ കുറച്ച് ബേർഡ്സ് അങ്ങനത്തെയൊക്കെ ആയിട്ടുള്ള ഉണ്ടാക്കി വെച്ച് അത് ഒക്കെ ഇരിക്കുന്നുണ്ട് അവിടെ. ഇന്ന് എന്തു വന്നാലും ഈ പണി മുഴുവനായിട്ട് ഫിനിഷ് ചെയ്തിട്ടേ പോകുന്നുള്ളൂ എന്ന് കരുതി. അപ്പോൾ അതുകൊണ്ട് പിന്നെ കൂടുതൽ മഴയും ഒക്കെയാണ്. ഇപ്പം മഴയൊക്കെ ആയ കാരണം വേഗം വെള്ളം നല്ലോണം ഉണ്ട്. പിന്നെ ഇതിന് നമ്മളുടെ ഫ്രണ്ട് ഡോറാണ്. ഫ്രണ്ട് ഡോറിൻ്റെ അതിന് മേലെയായിട്ട് ഒരു ബേർഡിൻ്റെ നെസ്റ്റ് ഉണ്ട്. അപ്പോൾ അവിടെ ഞാനത് പിന്നെ എല്ലാ പ്രാവശ്യവും ഈ സീസണിൽ അവർ ആ ബേർഡ് അവിടെ ഇങ്ങനെ എഗ്ഗ് ഇട്ടിട്ട് കുട്ടികളുണ്ടാവാറുണ്ട്. അപ്പം ഞാൻ പിന്നെ ആ നെസ്റ്റ് ഇപ്പം മാറ്റാറില്ല. അവർക്ക് ഭയങ്കര വിഷമമല്ലേ ഇനി ഉണ്ടാക്കി അത് പിന്നെ എല്ലാ പ്രാവശ്യവും ഉണ്ടാക്കാൻ. അപ്പം അതുകൊണ്ട് അങ്ങനെ വെച്ചതാണ്. ചെറിയ 2 കുഞ്ഞ് ഫിഷ് അതിനെ കാണാണ്ടാണ് ഇപ്പം ഇങ്ങനെ നോക്കുന്നത്. ഇപ്പം ഇത്രയും വറ്റിച്ച് കഴിഞ്ഞിട്ടും അത് ഏതോ കല്ലിനിടയിലായിട്ട് ഇരിക്കുകയാണ്. അത്രയും ചെറിയ ഫിഷ് ആയതുകൊണ്ട് അങ്ങനെ നമ്മുടെ വെള്ളമൊക്കെ അടിച്ച് നല്ല വൃത്തിയിലായി കഴിഞ്ഞിട്ടുണ്ട്. ഓൾമോസ്റ്റ് ഡണ്ണായി. പിന്നെ ഇനി നമുക്ക് വെള്ളം നിറയ്ക്കണം. അത് ഒരു ഓസ് അതിലേക്ക് ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ കൂടെ വെള്ളം നിറയ്ക്കും. അപ്പോൾ പിന്നെ ഇനി വേറെ കാര്യമായിട്ടൊന്നുമില്ല. ഇനി എന്നിട്ട് ഫിഷിനെ പിടിച്ചിട്ട് അതിലേക്ക് ഇടുകയും വേണം. അതാണ് ഇനിയത്തെ പരിപാടികൾ. അത് പിടിച്ച് വലിയതായ കാരണം അല്ലേ, കോയി ഫിഷാണ്. അപ്പോൾ വലിയതായ കാരണം ഭയങ്കര ബുദ്ധിമുട്ടാണ്. വെള്ളം നിറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. ഓൾമോസ്റ്റ് വെള്ളമായിട്ടുണ്ട്. ഈ ചെടികളൊക്കെ കുറച്ചൊരു ഇതായി ചത്ത പോലെ ആയിട്ടുണ്ട്. നാളെ മറ്റന്നാളാകുമ്പോഴത്തേക്ക് ശരിയാവും. ഇനി ഓരോ ഫിഷിനെയും ഇതിന്ന് നമ്മൾ പിടിച്ചിട്ട് അതിലേക്ക് ഇടണം. അതാണ് ഇനിയത്തെ പരിപാടി. അതും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓൾ ഡൺ. വൈറ്റ് വൺ ഇനി ഇതിനെ നമ്മൾക്ക് അതിലേക്ക് കയറ്റണം. ഇത്രയും ഫിഷ്. ഇനി 2 ഫിഷ് അതിൽ ചെറുതുണ്ട്. അത് തന്നെ കിട്ടിയില്ല. അത് ഇതിൻ്റെ കല്ലിൻ്റെ ഇടയിലേക്ക് അവിടേക്ക് പോയി. അതിങ്ങനെ ചെറുതായി കളയും. ഓക്കെ,
അങ്ങനെ എല്ലാ ഫിഷിനെയൊക്കെ ഇട്ടു. ഇതാണ് ഫൈനൽ ലുക്ക്. എല്ലാം ഇങ്ങനെ ചവിട്ടിയൊക്കെ നിന്ന കാരണം ഈ പുല്ലിൻ്റെയൊക്കെ ആ ഒരു ഭംഗി പോയിട്ടുണ്ട്. പക്ഷേ നാളെ ആകുമ്പോഴത്തേക്ക് ഇതെല്ലാം ബാക്ക് ടു നോർമൽ ആവും. അപ്പോൾ അങ്ങനെ ഫിഷൊക്കെ കണ്ടില്ലേ ഓടി തിമിർത്ത് കളിക്കണം. ഈ ബ്ലൂ കളറിലുള്ള ആ പൂവാണ് ഐറിസ്. അപ്പം കണ്ടില്ലേ ഫിഷൊക്കെ ഭയങ്കര സന്തോഷത്തിലാണ്. അങ്ങനെ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. താങ്ക് യു.